ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈദിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അറബിക് റൈസാണ്, ബുഖാരി റൈസ്. ചിക്കൻ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് ചൂടായാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. ഇത് ചൂടായി വന്നാൽ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യേണ്ടത് നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റും അതുപോലെ കറുത്ത മുന്തിരി ആയിരുന്നു. ഫസ്റ്റ് എന്നോട് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. ഞാനത് സെപ്പറേറ്റ് ഫ്രൈ ആക്കി എടുക്കുക ചെയ്തത്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അതുപോലെ ബ്ലാക്ക് റൈസിൻസും. ഇനി ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഒരുപാട് ചേരുവകളൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റും അതുപോലെ ബ്ലാക്ക് റൈസിൻസും ആണ്, ഉണക്കമുന്തിരി. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയാൽ മതി. അതുപോലെ സ്കിന്നോട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്കിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. അത് ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറായിന്. ഇനി ഇതിലേക്ക് വലിയ തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്താൽ മതി. അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കബ്സ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ചിക്കൻ മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് വേണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കബ്സ മസാലപ്പൊടി എന്ന് പറഞ്ഞത് അറബിക് മസാല പൗഡറാണ്. കബ്സ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പൗഡറാണ്. ഇതിലേക്ക് ഇനി ഒരു ഡ്രൈ ലെമണും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസാണ് എടുക്കുന്നത്. അതിന് 6 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അതുകൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈയോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ലോ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റ് ഒന്ന് പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസിന് പകരം സെല്ല ബാസ്മതി റൈസ് എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി 1 ടീസ്പൂൺ അറബിക് മസാല, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു പിഞ്ച് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഈ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓവനിൽ വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ആ ഒരു ടൈം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റും അതുപോലെ റൈസിൻസ്, പിന്നെ വെള്ളക്കടല, പിന്നെ കുറച്ച് ബദാം തൊലി കളഞ്ഞെടുത്തതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ ചിക്കനും കൂടി വെച്ച് കൊടുത്ത് ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഇത് 2 മിനിറ്റ് ഇതൊന്ന് ദമ്മിൽ വെക്കാം. സൂപ്പർ ടേസ്റ്റുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു സൗദി സ്പെഷ്യൽ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഞാൻ ഇതുപോലെയാണ് സെർവ് ചെയ്തത്. ഇത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.